Hi students, statistical mechanics ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാമെന്ന് പറഞ്ഞു. മാക്സ്വെൽ ബോൾട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ്, ബോസ് ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സ്, ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ്. അതിൽ ബോസ് ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സും ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സും ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ രണ്ട് ബ്രാഞ്ചസ് ആണ്, സബ് ബ്രാഞ്ചസ് ആണ്. എന്നാൽ മാക്സ്വെൽ ബോൾട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ക്ലാസിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഡീൽ ചെയ്യുന്ന സിസ്റ്റം കൺസിസ്റ്റ് ചെയ്യുന്നത് ഐഡൻറ്റിക്കൽ ഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾസ് ഓഫ് എനി സ്പിൻ. ഓക്കെ, മാക്സ്വെൽ ബോൾട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഡീൽസ് വിത്ത് ദ സിസ്റ്റം കൺസിസ്റ്റ് ഐഡൻറ്റിക്കൽ ഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾസ് ഓഫ് എനി സ്പിൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ അതിന് ഒരു എക്സാമ്പിളാണ്, അങ്ങനത്തെ ഒരു സിസ്റ്റത്തിന് എക്സാമ്പിളാണ് മോളിക്യൂൾസ് ഇൻ എ ഗ്യാസ്. അപ്പോൾ ആ സിസ്റ്റത്തിനെ മാക്സ്വെൽ ബോൾട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ് അപ്ലൈ ചെയ്തുകൊണ്ട് സ്റ്റഡി ചെയ്യുകയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുൻപായിട്ട് മാക്സ്വെൽ ബോൾട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സിലെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്താണ് എന്ന് നമ്മൾ പറയണം. നമ്മൾ പറഞ്ഞല്ലോ എൻ ഓഫ് എപ്സിലോൺ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എപ്സിലോൺ ജി ഓഫ് എപ്സിലോൺ എന്ന് നമ്മൾ പറഞ്ഞു. എൻ ഓഫ് എപ്സിലോൺ എന്താണ്? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഹാവിങ് എനർജി എപ്സിലോൺ. മാക്സ്വെൽ ബോൾട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സിലാണെങ്കിൽ നമ്പർ ഓഫ് ഐഡൻറ്റിക്കൽ ഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾസ് ഓഫ് എനി സ്പിൻ ഹാവിങ് എനർജി എപ്സിലോൺ ആണ് എൻ ഓഫ് എപ്സിലോൺ. ഓക്കെ, ജി ഓഫ് എപ്സിലോൺ എന്ന് പറയുന്നത് എന്താണ്? അത് സ്റ്റാറ്റിസ്റ്റിക്കൽ വെയിറ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഹാവിങ് എനർജി എപ്സിലോൺ ആണ്. എപ്സിലോൺ എനർജി ഉള്ള സ്റ്റേറ്റുകളുടെ എണ്ണമാണ് ജി ഓഫ് എപ്സിലോൺ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. എഫ് ഓഫ് എപ്സിലോൺ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്നാണ് നമ്മൾ പറയുക. ആവറേജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് having energy, average number of particles in the energy state having energy epsilon. Epsilon energy ഉള്ള എനർജി സ്റ്റേറ്റിൽ ഉള്ള പാർട്ടിക്കിൾസിൻ്റെ ആവറേജ് നമ്പർ ആണ് എഫ് ഓഫ് എപ്സിലോൺ. അതിനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുക. നമ്മൾ ഈ മൂന്ന് സ്റ്റാറ്റിസ്റ്റിക്സിലും, മാക്സ്വെൽ ബോൾട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സിലും ബോസ് ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സിലും ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സിലും ഈ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനിലാണ് വ്യത്യാസം വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ മാക്സ്വെൽ ബോൾട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് എന്ന് പറഞ്ഞു. അടുത്ത ചാപ്റ്ററിലാണ് ബോസ് ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സും അതേപോലെ ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മാക്സ്വെൽ ബോൾട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സിലെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നമുക്ക് പറയണം. ഓക്കെ, അപ്പോൾ അത് നോക്കുക. ഇൻ മാക്സ്വെൽ ബോൾട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഈസ് ഗിവൺ ബൈ എഫ് ഓഫ് എപ്സിലോൺ that is equal to മാക്സ്വെൽ ബോൾട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആയതുകൊണ്ട് എഫ് എം ബി ഓഫ് എപ്സിലോൺ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഇ റൈസ് ടു മൈനസ് എപ്സിലോൺ ബൈ കെ ടി. ഇതാണ് മാക്സ്വെൽ ബോൾട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സിലെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. എ എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, എപ്സിലോൺ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ എനർജി സ്റ്റേറ്റിന്റെ എനർജിയാണ്, എപ്സിലോൺ എനർജി അല്ലേ. ഇനി കെ എന്ന് പറയുന്നത് നമുക്കറിയാം ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ആണ്. 1.38 × 10⁻23 ജൂൾ പെർ കെൽവിൻ ആണ് വാല്യൂ. ടി ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം ആണ്. ഇനി നമുക്ക് ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നമ്മുടെ എൻ ഓഫ് എപ്സിലോൺ ഇസ് ഈക്വൽ ടു ജി ഓഫ് എപ്സിലോൺ എഫ് ഓഫ് എപ്സിലോൺ എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ഡിസ്റ്റിങ്വിഷബിൾ ഐഡൻറ്റിക്കൽ പാർട്ടിക്കിൾസ് ഹാവിങ് എനർജി എപ്സിലോൺ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, എൻ ഓഫ് എപ്സിലോൺ ഇസ് ഈക്വൽ ടു ജി ഓഫ് എപ്സിലോൺ എഫ് ഓഫ് എപ്സിലോണിൽ ഇവിടെ മാക്സ്വെൽ ബോൾട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആണെങ്കിൽ എഫ് ഓഫ് എപ്സിലോണിന്റെ സ്ഥാനത്ത് എന്ത് വരും? എഫ് എം ബി ഓഫ് എപ്സിലോൺ എന്ന് വരും. ആ എഫ് എം ബി ഓഫ് എപ്സിലോണിന്റെ സ്ഥാനത്ത് നമുക്ക് എ റൈസ് ടു മൈനസ് എപ്സിലോൺ ബൈ കെ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Then we will get number of identical distinguishable particles in the system with an energy epsilon at temperature T. N of epsilon is equal to G of epsilon A e raised to minus epsilon by KT വരും അല്ലേ. ഈ എഫ് ഓഫ് എപ്സിലോണിന്റെ സ്ഥാനത്ത് A e raised to minus epsilon by KT സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ N of epsilon is equal to നമുക്ക് എന്ത് കിട്ടുന്നു? A ആദ്യം എഴുതി G of epsilon A raised to minus epsilon by KT എന്ന് കിട്ടി. ഈ ഒരു ഫോർമുല, ഈ ഒരു ഇക്വേഷൻ നമുക്ക് മോളിക്യൂൾസ് ഇൻ എ ഗ്യാസ് എന്ന് പറയുന്ന സിസ്റ്റത്തിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഹാവിങ് എനർജി എപ്സിലോൺ അറ്റ് ടെമ്പറേച്ചർ ടി കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഫോർമുല, ഈ ഒരു ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. കാരണം അത് ഒരു ക്ലാസിക്കൽ സിസ്റ്റമാണ്. ഓക്കെ, അവിടെ നമുക്ക് ക്ലാസിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ മാക്സ്വെൽ ബോൾട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ മോളിക്യൂൾസ് ഇൻ എ ഗ്യാസ് എന്ന് പറയുന്ന സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഇനി ചെയ്യുന്നത്. മോളിക്യൂൾസ് ഇൻ ആൻ ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്ന സിസ്റ്റത്തെ മാക്സ്വെൽ ബോൾട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ് അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അപ്പോൾ നോക്കുക, എൻ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉള്ള ഒരു സിസ്റ്റം, ഐഡിയൽ ഗ്യാസ് സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ടി ടെമ്പറേച്ചറിലാണ് അത് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഹാവിങ് എനർജി ബിറ്റ്വീൻ എപ്സിലോൺ ആൻഡ് എപ്സിലോൺ പ്ലസ് ഡി എപ്സിലോൺ കാണാം.
ഇവിടെ മോളിക്യൂൾസിൽ എനർജി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എപ്സിലോൺ എനർജി ഉള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എത്രയാണ് എന്നുള്ളത് അല്ല, നമ്മൾ അങ്ങനെയല്ല, ഡിസ്ക്രീറ്റ് ആയിട്ടല്ല നമ്മൾ കണ്ടുപിടിക്കുക, കണ്ടിന്യൂസ് ആയിട്ടാണ്. അതായത് എപ്സിലോണിൻ്റെയും എപ്സിലോൺ പ്ലസ് ഡി എപ്സിലോണിൻ്റെയും ഇടയിലുള്ള എനർജിയിലുള്ള അല്ലേ മോളിക്യൂൾസിൻ്റെ എണ്ണം എത്രയാണ്, അതാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എൻ ഓഫ് എപ്സിലോൺ ഡി എപ്സിലോൺ എന്ന് എഴുതാം. നമ്മുടെ റിലേഷൻ അനുസരിച്ചിട്ട് അത് എത്ര വരിക, എൻ ഓഫ് എപ്സിലോൺ ഡി എപ്സിലോൺ ഇസ് ഈക്വൽ ടു ജി ഓഫ് എപ്സിലോൺ ഡി എപ്സിലോൺ ഇൻറ്റു എഫ് ഓഫ് എപ്സിലോൺ എന്ന് വരും. ഓക്കെ, ഓരോന്നും എന്താണെന്ന് അറിയാലോ. എൻ ഓഫ് എപ്സിലോൺ ഡി എപ്സിലോൺ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഹാവിംഗ് എനർജി ബിറ്റ്വീൻ എപ്സിലോൺ ആൻഡ് എപ്സിലോൺ പ്ലസ് ഡി എപ്സിലോൺ ആണ്. ജി ഓഫ് എപ്സിലോൺ ഡി എപ്സിലോൺ എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഹാവിംഗ് എനർജി ബിറ്റ്വീൻ എപ്സിലോൺ ആൻഡ് എപ്സിലോൺ പ്ലസ് ഡി എപ്സിലോൺ ആണ്. ഇനി എഫ് ഓഫ് എപ്സിലോൺ എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ്, വിച്ച് മീൻസ് ആവറേജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഓൺ ദ എനർജി സ്റ്റേറ്റ്സ് ഹാവിംഗ് എനർജി ബിറ്റ്വീൻ എപ്സിലോൺ ആൻഡ് എപ്സിലോൺ പ്ലസ് ഡി എപ്സിലോൺ. ഓക്കെ, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു മോളിക്യൂൾസ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഐഡന്റിക്കൽ ഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾസ് ഓഫ് എനി സ്പിൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ മാക്സ്വെൽ ബോൾട്ട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ മാക്സ്വെൽ ബോൾട്ട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ചിട്ട് ഈ എഫ് ഓഫ് എപ്സിലോൺ എന്ന് പറയുന്നത് നമുക്കറിയാം, എഫ് എം ബി ഓഫ് എപ്സിലോൺ മാക്സ്വെൽ ബോൾട്ട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സിലെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ്. അത് എത്രയാണ് വരിക, എ ഇ റേസ് ടു മൈനസ് എപ്സിലോൺ ബൈ കെ ടി. ഓക്കെ, അപ്പോൾ നമ്മുടെ റിലേഷൻ നോക്കി നോക്ക്, എൻ ഓഫ് എപ്സിലോൺ ഡി എപ്സിലോൺ എന്നുള്ളത് എന്തായിട്ട് മാറുന്നു, ജി ഓഫ് എപ്സിലോൺ ഡി എപ്സിലോൺ നമ്മൾ അതേപോലെ തന്നെ എഴുതി, ഈ എഫ് ഓഫ് എപ്സിലോണിൻ്റെ സ്ഥാനത്ത് നമ്മൾ എഫ് എം ബി ഓഫ് എപ്സിലോൺ അപ്ലൈ ചെയ്യേണ്ടി വരും അല്ലേ, അതായത് എ ഇ റേസ് ടു മൈനസ് എപ്സിലോൺ ബൈ കെ ടി. അപ്പോൾ മൊത്തത്തിൽ എന്ത് വരും, എൻ ഓഫ് എപ്സിലോൺ ഡി എപ്സിലോൺ ഇസ് ഈക്വൽ ടു എ ഇ റേസ് ടു മൈനസ് എപ്സിലോൺ ബൈ കെ ടി ജി ഓഫ് എപ്സിലോൺ ഡി എപ്സിലോൺ എന്ന് വരും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത്. നോക്കുക, കൺസിഡർ ആൻ ഐഡിയൽ ഗ്യാസ് വിത്ത് എൻ നമ്പർ ഓഫ് മോളിക്യൂൾസ്, എൻ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉള്ള ഒരു ഐഡിയൽ ഗ്യാസ് കൺസിഡർ ചെയ്തു. ദെൻ number of molecules whose energy lies between epsilon and epsilon plus d epsilon, epsilon d epsilon plus d epsilon ന്റെ ഇടയിൽ എനർജി ഉള്ള മോളിക്യൂൾസിന്റെ എണ്ണം n of epsilon d epsilon എന്ന് പറയുന്നത് എന്ത് വരുന്നു, g of epsilon d epsilon f of epsilon. ഇവിടെ എപ്സിലോൺ എനർജി ഉള്ള മോളിക്യൂൾസിന്റെ എണ്ണം എന്ന് പറയുമ്പോൾ അങ്ങനെ ഡി എപ്സിലോണിന്റെ ആവശ്യമില്ല, അപ്പോൾ n of epsilon is equal to g of epsilon f of epsilon എന്ന് വരുള്ളൂ. പക്ഷെ ഇവിടെ എപ്സിലോണിന്റെയും എപ്സിലോൺ പ്ലസ് ഡി എപ്സിലോണിന്റെയും ഇടയിൽ എനർജി ഉള്ള പാർട്ടിക്കിൾസിന്റെ മോളിക്യൂൾസിന്റെ എണ്ണമാണ്. അപ്പോൾ n of epsilon d epsilon is equal to g of epsilon d epsilon f of epsilon. g of epsilon d epsilon ആണ് ഇവിടുത്തെ സ്റ്റാറ്റിസ്റ്റിക്കൽ വെയിറ്റ്. എഫ് ഓഫ് എപ്സിലോൺ നമുക്കറിയാം, ഇവിടെ മാക്സ്വെൽ ബോൾട്ട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അപ്ലൈ ചെയ്യുക, കാരണം ഐഡന്റിക്കൽ ഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾസ് ഓഫ് എനി സ്പിൻ ആണ് അല്ലേ. ഹിയർ മോളിക്യൂൾസ് ആർ ഐഡന്റിക്കൽ ഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾസ് ഓഫ് എനി സ്പിൻ, ഹെൻസ് വി ക്യാൻ അപ്ലൈ മാക്സ്വെൽ ബോൾട്ട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, ദെൻ എഫ് ഓഫ് എപ്സിലോണിന്റെ സ്ഥാനത്ത് നമ്മൾ മാക്സ്വെൽ ബോൾട്ട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സിലെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എ റേസ് ടു മൈനസ് എപ്സിലോൺ ബൈ കെ ടി കൊടുക്കുന്നു. അപ്പോൾ എൻ ഓഫ് എപ്സിലോൺ ഡി എപ്സിലോൺ ഇസ് ഈക്വൽ ടു ജി ഓഫ് എപ്സിലോൺ ഡി എപ്സിലോൺ സ്റ്റാറ്റിസ്റ്റിക്കൽ വെയിറ്റ് അതുപോലെ തന്നെ എഴുതി. നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഹാവിംഗ് എനർജി ബിറ്റ്വീൻ എപ്സിലോൺ ആൻഡ് എപ്സിലോൺ പ്ലസ് ഡി എപ്സിലോൺ അത് അങ്ങനെ തന്നെ എഴുതി. എഫ് ഓഫ് എപ്സിലോണിന്റെ സ്ഥാനത്ത് എഫ് എം ബി ഓഫ് എപ്സിലോൺ എ റേസ് ടു മൈനസ് എപ്സിലോൺ ബൈ കെ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അല്ലേ. ഇനി നോക്കുക, ഇവിടെ ഈ ജി ഓഫ് എപ്സിലോൺ ഡി എപ്സിലോൺ എന്താണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ വെയിറ്റ് ആണ്. ആ സ്റ്റാറ്റിസ്റ്റിക്കൽ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഹാവിംഗ് എനർജി ബിറ്റ്വീൻ എപ്സിലോൺ ആൻഡ് എപ്സിലോൺ പ്ലസ് ഡി എപ്സിലോൺ ആണ്. എപ്സിലോണിന്റെയും എപ്സിലോൺ പ്ലസ് ഡി എപ്സിലോണിന്റെയും ഇടയിൽ എനർജി ഉള്ള സ്റ്റേറ്റുകളുടെ എണ്ണമാണ് ജി ഓഫ് എപ്സിലോൺ ഡി എപ്സിലോൺ. ഇവിടെ ജി ഓഫ് എപ്സിലോൺ ഡി എപ്സിലോൺ ഇസ് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് വിത്ത് എനർജി ബിറ്റ്വീൻ എപ്സിലോൺ ആൻഡ് എപ്സിലോൺ പ്ലസ് ഡി എപ്സിലോൺ. ഇനി നമുക്കൊരു മോളിക്യൂൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അല്ലേ, ഈ സിസ്റ്റത്തിൽ ഒരു മോളിക്യൂൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഏതൊരു മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ എനർജിയെയും മൊമെൻറ്റത്തിനെയും നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. ഇപ്പോൾ എനർജി എന്ന് പറയുന്നത് ഹാഫ് എം വി സ്ക്വയർ എന്ന് എഴുതാം, മൊമെൻറ്റം എന്ന് പറയുന്നത് എം വി ആണ് അല്ലേ. നമുക്കറിയാലോ പി ഇസ് ഈക്വൽ ടു എം വി ആണ് അല്ലേ. അതുപോലെ ഈ കൈനറ്റിക് എനർജി ആണെന്ന് കരുതുക, ഹാഫ് എം വി സ്ക്വയർ ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ പി സ്ക്വയർ ബൈ 2m ചെയ്തു എന്ന് കരുതുക. പി സ്ക്വയർ ബൈ 2m എന്ത് വരും, എം വി ഹോൾ സ്ക്വയർ, അതായത് എം സ്ക്വയർ വി സ്ക്വയർ ബൈ 2m എന്ന് വരും അല്ലേ. എം കട്ട് ചെയ്ത് പോയി, നമുക്ക് എന്ത് കിട്ടുന്നു, ഹാഫ് എം വി സ്ക്വയർ എന്ന് കിട്ടുന്നു. ദാറ്റ് ഈസ് ഇ ആണല്ലോ അല്ലേ. അപ്പോൾ നോക്കി നോക്ക്, ഇ എന്ന് പറയുന്നത് ഹാഫ് എം വി സ്ക്വയർ അല്ലേ, അത് നമുക്ക് പി സ്ക്വയർ ബൈ 2m ചെയ്യുമ്പോൾ കിട്ടുന്നു. അതായത് ഇ is equal to നമുക്ക് എന്ത് എഴുതാം, പി സ്ക്വയർ ബൈ 2m എന്ന് എഴുതാം അല്ലേ. ഒരു മോളിക്യൂൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇ is equal to പി സ്ക്വയർ ബൈ 2m, അതാണ് മൊമെന്റവും എനർജിയും തമ്മിലുള്ള റിലേഷൻ. ഇതിൽ നിന്ന് പി സ്ക്വയർ is equal to 2me എന്ന് എഴുതാൻ പറ്റുന്നു. ഓക്കെ, therefore p is equal to എന്ത് വരുന്നു, റൂട്ട് 2m, നമ്മൾ ഇ എന്നോ എപ്സിലോൺ എന്നോ വായിക്കാം കേട്ടോ. അപ്പോൾ p is equal to റൂട്ട് 2m epsilon. Okay, that is the relation between energy E of a molecule and momentum P of that molecule. Okay, relation between energy and momentum of a molecule. P is equal to root 2m epsilon ആണ്. Epsilon energy, P momentum, m mass. നോക്കുക, ഇതനുസരിച്ചിട്ട് അപ്പോൾ പിയും
എപ്സിലോണും തമ്മിലൊരു ഡയറക്റ്റ് റിലേഷൻ നമുക്ക് ഇവിടെ കിട്ടുന്നു. എം മാസ് കോൺസ്റ്റന്റ് ആണ് അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ജി ഓഫ് എപ്സിലോൺ ഡി എപ്സിലോൺ എന്ന് പറയുന്ന സംഗതി മീൻസ് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഹാവിങ് എനർജി ബിറ്റ്വീൻ എപ്സിലോൺ ആൻഡ് എപ്സിലോൺ പ്ലസ് ഡി എപ്സിലോൺ എന്നുള്ളത് ജി ഓഫ് പി ഡി പിക്ക് ഈക്വൽ ആയിരിക്കും. എന്താ ജി ഓഫ് പി ഡി പി? നമ്പർ ഓഫ് മൊമെന്റം സ്റ്റേറ്റ്സ് ഹാവിങ് മൊമെന്റം ബിറ്റ്വീൻ പി ആൻഡ് പി പ്ലസ് ഡി പി. ഓക്കെ, പി പ്ലസ് ഡി പി മൊമെന്റങ്ങൾക്കിടയിൽ മൊമെന്റം ഉള്ള നമ്പർ ഓഫ് മൊമെന്റം സ്റ്റേറ്റ്സിന്, മറ്റേ നമ്പർ ഓഫ് എനർജി സ്റ്റേറ്റ്സ് ആണ് ജി ഓഫ് എപ്സിലോൺ ഡി എപ്സിലോൺ എന്ന് പറയുന്നത്. ഇവിടെ നമ്പർ ഓഫ് മൊമെന്റം സ്റ്റേറ്റ്സ് എന്നാ പറയുക. ഈ നമ്പർ ഓഫ് മൊമെന്റം സ്റ്റേറ്റ്സിന് ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ്. മനസ്സിലായല്ലോ? ജി ഓഫ് എപ്സിലോൺ ഡി എപ്സിലോൺ ഇസ് ഈക്വൽ ടു ജി ഓഫ് പി ഡി പി ആണ്, വിച്ച് മീൻസ് number of energy states having energy between epsilon and epsilon plus d epsilon is equal to number of momentum states having momentum between p and p plus dp. അപ്പോൾ നമുക്ക് g of epsilon d epsilon is equal to g of p dp കിട്ടി. അപ്പോൾ നമ്മൾ ഈ g of epsilon d epsilon കണ്ടുപിടിക്കുന്നതിന് പകരം എന്ത് കണ്ടുപിടിച്ചാൽ മതി? g of p dp കണ്ടുപിടിച്ചാൽ മതി. അത് കണ്ടുപിടിക്കുന്നതിന് ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് നമുക്ക് നോക്കാം. നമ്പർ ഓഫ് മൊമെന്റം സ്റ്റേറ്റ്സ് ഹാവിങ് മൊമെന്റ ബിറ്റ്വീൻ പി ആൻഡ് പി പ്ലസ് ഡി പി കണ്ടുപിടിക്കാൻ ഒരു ടെക്നിക്ക് ഉണ്ട്. നമ്മൾ മൊമെന്റം സ്പേസ് കൺസിഡർ ചെയ്യാം. മൊമെന്റം സ്പേസിൻ്റെ പ്രത്യേകത എന്താണ്? അതിനകത്തുള്ള ആക്സിസുകൾ പി എക്സ്, പി വൈ, പി സെഡ്, മൊമെന്റത്തിൻ്റെ എക്സ് വൈ സെഡ് കോർഡിനേറ്റ്സ് ആണ് നമ്മളവിടെ ആക്സിസിൽ എടുക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സ്പേസ് ആണ് മൊമെന്റം സ്പേസ്. ആ മൊമെന്റം സ്പേസിൽ പി റേഡിയസും ഡി പി തിക്നെസ്സുമുള്ള ഒരു ഷെല്ലിൻ്റെ വോളിയം എന്ന് പറയുന്നത് ജി ഓഫ് പി ഡി പിക്ക് ഈക്വൽ ആയിരിക്കും. മനസ്സിലായല്ലോ? ജി ഓഫ് പി ഡി പി ഈസ് ഈക്വൽ ടു ദ വോളിയം ഓഫ് എ ഷെൽ ഹാവിംഗ് റേഡിയസ് പി ആൻഡ് തിക്നെസ് ഡി പി കൺസിഡേർഡ് ഇൻ എ മൊമെന്റം സ്പേസ്. ഓക്കെ, ജി ഓഫ് പി ഡി പി ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് എ സ്പെറിക്കൽ ഷെൽ ഇൻ മൊമെന്റം സ്പേസ് ഓഫ് റേഡിയസ് പി ആൻഡ് തിക്നെസ് ഡി പി. അപ്പോൾ നമ്മളിതാ പി എക്സ്, പി വൈ, പി സെഡ് ആക്സിസുകളൊക്കെ ഉള്ള ഒരു മൊമെന്റം സ്പേസ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുകയാണ്. ഇനി അവിടെ ഒരു ഷെല്ല് ഇതാ കൺസിഡർ ചെയ്തിരിക്കുന്നു. ആ ഷെല്ലിൻ്റെ റേഡിയസ് കണ്ടോ? പി ആണ്, അതിൻ്റെ തിക്നെസ് ഡി പി ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് ജി ഓഫ് പി ഡി പിക്ക്, അതായത് നമ്പർ ഓഫ് മൊമെന്റം സ്റ്റേറ്റ്സ് ഹാവിങ് മൊമെന്റ ബിറ്റ്വീൻ പി ആൻഡ് പി പ്ലസ് ഡി പി, അതിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അത് എത്രയാണ്? ഒരു ഷെല്ലിൻ്റെ വോളിയം നമുക്കറിയാമല്ലോ, ആർ റേഡിയസ് ഉള്ള ഒരു ഡി ആർ തിക്നെസ് ഉള്ള ഷെല്ലിൻ്റെ വോളിയം എന്ന് പറയുന്നത് 4πr² dr ആണ് അല്ലേ. ഇവിടെ അതുപോലെ തന്നെ എന്ത് വരും? ആറിൻ്റെ സ്ഥാനത്ത് ഇവിടെ പി ആണെന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ അല്ലേ. അപ്പോൾ വോളിയം എന്ന് പറയുന്നത് 4πp² dp ആണ് അല്ലേ. വോളിയം ഓഫ് ദിസ് ഷെല്ല് 4πp² dp ആണ്, പി റേഡിയസ് ഡി പി തിക്നെസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജി ഓഫ് പി ഡി പി എന്ന് പറയുന്നത് എത്ര വരും? 4πp² dp എന്ന് വരും. ഇവിടെ നോക്കുക, ഈ 4π എന്ന് പറയുന്നത് ബി ആണ്. ബി എന്ന് കൊടുക്കുകയാണ് നമ്മൾ, ഒരു കോൺസ്റ്റന്റ് ആണല്ലോ 4π, അതിന് ഞാൻ ബി എന്ന് കൊടുത്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജി ഓഫ് പി ഡി പി എന്ന് പറയുന്നത് bp² dp ആണ്. ഓക്കെ, bp² dp, ബി കോൺസ്റ്റന്റ് ആണ്, 4π. ഓക്കെ, ഇനി നമുക്കറിയാം പിയും ഇയും തമ്മിലുള്ള അല്ലെങ്കിൽ എപ്സിലോണും തമ്മിലുള്ള റിലേഷൻ p² is equal to 2m എപ്സിലോൺ ആണ്. അപ്പോൾ ഡിഫറൻഷിയേറ്റിംഗ് അതിന് ഇക്വേഷൻ നമ്പർ എന്ന് കൊടുത്തു. ഇനി അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും? x² 2x dx ആണല്ലോ അല്ലേ. അപ്പോൾ 2p² 2p dp ദാറ്റ് ഈസ് ഈക്വൽ ടു 2m d എപ്സിലോൺ എന്ന് വരും അല്ലേ. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2p dp is equal to 2m d എപ്സിലോൺ. ഓക്കെ, ഇനി അപ്പോൾ രണ്ട് സൈഡിലും 2 ഉണ്ട്, കട്ട് ചെയ്ത് കളയാം അല്ലെ, ക്യാൻസൽ ചെയ്ത് കളയാം. ഈ ഡി പി അവിടെ നിർത്തി പി അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ബൈ പി ആവും അല്ലേ. അപ്പോൾ ഡി പി is equal to md എപ്സിലോൺ ബൈ പി എന്ന് കിട്ടും. ഇനി നമുക്കറിയാം പി is equal to √2m എപ്സിലോൺ ആണ് അല്ലേ, നമ്മളത് പറഞ്ഞിട്ടുണ്ട് ആ റിലേഷൻ. അപ്പോൾ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് ഈ പിയുടെ സ്ഥാനത്ത് നമുക്ക് വേണമെങ്കിൽ √2m എപ്സിലോൺ എന്ന് കൊടുക്കാം അല്ലേ. അപ്പോൾ നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. പിയുടെ സ്ഥാനത്ത് √2m എപ്സിലോൺ കൊടുത്തു കഴിഞ്ഞാൽ ഡി പി is equal to md എപ്സിലോൺ ബൈ √2m എപ്സിലോൺ. ഓക്കെ, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ ബി എന്ന് കൊടുത്തു. ഇനി ഞാൻ ഇക്വേഷൻ നമ്പർ എ, അതായത് p² is equal to 2m എപ്സിലോൺ എന്നുള്ളതും, ഇക്വേഷൻ നമ്പർ ബി ഡി പി is equal to md എപ്സിലോൺ ബൈ √2m എപ്സിലോൺ എന്നുള്ളതും ഞാൻ ഇക്വേഷൻ നമ്പർ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. p² സ്ഥാനത്ത് 2m എപ്സിലോൺ, ഡി പിയുടെ സ്ഥാനത്ത് md എപ്സിലോൺ ബൈ √2m എപ്സിലോൺ, രണ്ടും ഞാൻ ഇക്വേഷൻ നമ്പർ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇക്വേഷൻ നമ്പർ 2 എങ്ങനെയാവും? ജി ഓഫ് പി ഡി പി is equal to b ഇൻറ്റു p² സ്ഥാനത്ത് 2m എപ്സിലോൺ അല്ലേ, 2m എപ്സിലോൺ, ഡി പിയുടെ സ്ഥാനത്ത് md എപ്സിലോൺ ബൈ √2m എപ്സിലോൺ അല്ലേ. അപ്പോൾ അത് കൊടുക്കുന്നു. നമ്മൾ പറഞ്ഞു ജി ഓഫ് പി ഡി പി എന്ന് പറയുന്നത് ജി ഓഫ് എപ്സിലോൺ ഡി എപ്സിലോൺ ഈക്വൽ ആണ് അല്ലേ. ജി ഓഫ് എപ്സിലോൺ ഡി എപ്സിലോൺ ആണ് നമുക്ക് വേണ്ടത്, നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഹാവിങ് എനർജി ബിറ്റ്വീൻ എപ്സിലോൺ ആൻഡ് എപ്സിലോൺ പ്ലസ് ഡി എപ്സിലോൺ. അപ്പോൾ ഈ ജി ഓഫ് പി ഡി പിക്ക് പകരം നമുക്ക് ഇവിടെ വേണമെങ്കിൽ ജി ഓഫ് എപ്സിലോൺ ഡി എപ്സിലോൺ എന്ന് കൊടുക്കാമല്ലോ.
അപ്പോൾ ഞാൻ അങ്ങനെ കൊടുക്കുകയാണ്. ഈ ജി ഓഫ് പി ഡി പി മാറ്റിയിട്ട് ജി ഓഫ് എപ്സിലോൺ ഡി എപ്സിലോൺ കൊടുത്തു. ഈ സാധനങ്ങൾ അതുപോലെ തന്നെ എഴുതുന്നു. ബി ഇൻറ്റു 2m എപ്സിലോൺ ഇൻറ്റു എം ഡി എപ്സിലോൺ ബൈ റൂട്ട് 2m എപ്സിലോൺ എന്ന് എഴുതുന്നു. ഇനി ഞാൻ ഇവിടെ നോക്ക്, ഇവിടെ 2 ന്യൂമറേറ്റർ പാർട്ടിൽ വരുന്നുണ്ട്, √2 ഡിനോമിനേറ്റർ പാർട്ടിലും വരുന്നുണ്ട്. 2/√2 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എത്ര കിട്ടുക? √2. അത് ഞാൻ ആദ്യം എടുത്ത് എഴുതി. ഇനി എമ്മും ഉണ്ട് അല്ലേ, പിന്നെ ഇവിടെ എം സ്ക്വയർ അല്ലേ, എം സ്ക്വയർ ബൈ ഇവിടെ എന്തുണ്ട്? m⁻²/2. എം സ്ക്വയർ ബൈ m⁻²/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര കിട്ടുക? എം സ്ക്വയർ ബൈ m⁻²/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ഇങ്ങനെ വരും അല്ലേ, എം സ്ക്വയർ ബൈ m⁻²/2 ആണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ m2 - 1/2 m⁻²1/2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? m⁻³ ആണ്. മനസ്സിലായല്ലോ പറയണത്? അതായത് m ഇൻറ്റു എം സ്ക്വയർ ആണ്. എം സ്ക്വയർ ബൈ √m ചെയ്ത് കഴിഞ്ഞാൽ എം സ്ക്വയർ ബൈ m⁻²1/2 ആണ്. എം സ്ക്വയർ ബൈ m⁻²1/2 പറയുമ്പോൾ m ഇൻറ്റു 2 - 1/2 2 - 1/2 പറയുമ്പോൾ 3/2 ആണല്ലോ. ഓക്കെ, അപ്പോൾ m⁻³ ആണ്. അപ്പോൾ m ഇൻറ്റു എം ബൈ √m എന്നുള്ളിടത്ത് ഞാൻ m⁻³ എന്ന് കൊടുത്തു. ഇനി എപ്സിലോൺ ബൈ √ε ഉണ്ട്. എപ്സിലോൺ ബൈ √ε എത്രയാണ്? √ε ആണ്. പിന്നെ ഈ ബി ഉണ്ട്, ആ ബി അതേപോലെ തന്നെ എഴുതി. പിന്നെ ഇവിടെ എന്താ ഉള്ളത്? ഡി എപ്സിലോൺ ആണ്. അപ്പോൾ ഈ ജി ഓഫ് എപ്സിലോൺ ഡി എപ്സിലോൺ നമ്മൾ ചെയ്യുമ്പോൾ √2 m⁻³ ബി √ε ഡി എപ്സിലോൺ എന്ന് നമുക്ക് എഴുതും. ഈ ഒരു ഓർഡർ തന്നെ എഴുതണം. ഓക്കെ, അതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇനി ഇവിടെ നോക്കി, ഈ √2 m⁻³ ബി എന്ന് പറയുന്നത്, അപ്പോൾ നോക്ക് ഇത് പിന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഈ ഇക്വേഷൻ നമ്പർ 3 നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ n of epsilon d epsilon is equal to a⁻⁻ g of epsilon d epsilon എന്ന് പറയുന്ന ഇക്വേഷൻ നമ്പർ 1 ഉണ്ടല്ലോ. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഓർ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഹാവിംഗ് എനർജി ബിറ്റ്വീൻ എപ്സിലോൺ ആൻഡ് എപ്സിലോൺ പ്ലസ് ഡി എപ്സിലോൺ, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ n of epsilon d epsilon is equal to a⁻⁻ അതേപോലെ തന്നെ എഴുതി. g of epsilon d epsilonനെ ഇപ്പോൾ നമുക്ക് കിട്ടിയ √2 m⁻³ b √ε d epsilon കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ n of epsilon d epsilon is equal to √2 m⁻³ a ഇൻറ്റു ബി എ ബി അല്ലേ, അങ്ങനെ എഴുതി. പിന്നെ എന്താ ഉള്ളത്? √ε ഉണ്ട്, e⁻⁻ ഉണ്ട്, ഡി എപ്സിലോൺ അല്ലേ. ഇത്രയും സാധനങ്ങൾ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. √2 m⁻³ എ ബി മാസ് കോൺസ്റ്റന്റ് ആണ്, എയും ബിയും കോൺസ്റ്റന്റുകളാണ്. √2 കോൺസ്റ്റന്റ് ആണ് വാല്യൂ. √2 m⁻³ എ ബി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അതിന് ഞാൻ സി എന്ന് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങൾക്ക് വരെ ഞാൻ സി കൊടുക്കുന്നു, ഒരു കോൺസ്റ്റന്റ്. അപ്പോൾ n of epsilon d epsilon is equal to c √ε e⁻⁻ d epsilon എന്ന് എനിക്ക് കിട്ടുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഹാവിംഗ് എനർജി ബിറ്റ്വീൻ എപ്സിലോൺ ആൻഡ് എപ്സിലോൺ പ്ലസ് ഡി എപ്സിലോൺ ഇൻ മോളിക്യൂൾസ് ഇൻ ഐഡിയൽ ഗ്യാസ് സിസ്റ്റം. ഓക്കെ, നമുക്ക് ഇവിടെ ഈ സിയുടെ വാല്യൂനെ നമ്മൾ കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. അപ്പോൾ സിയുടെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് നോക്കാം. എന്നിട്ട് ആ വാല്യൂ കണ്ടുപിടിച്ചിട്ട് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ n of epsilon d epsilon നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ സി കണ്ടുപിടിക്കാം. നോർമലൈസേഷൻ കണ്ടീഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ സി എന്ന് പറയുന്ന ആ കോൺസ്റ്റന്റ് വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഇവിടെ നോക്ക്, എപ്സിലോൺ പ്ലസ് ഡി എപ്സിലോൺ, ഈ രണ്ട് എനർജികൾക്കിടയിൽ എനർജി ഉള്ള നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ എണ്ണമാണ് n of epsilon d epsilon is equal to c √ε e⁻⁻ d epsilon. ഇത് നമ്മൾ എന്ത് ചെയ്യാൻ? ഈ ഇക്വേഷനെ 0 to ∞ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ക്യാപിറ്റൽ N എന്ന് നമുക്ക് എടുക്കാം. അത് നമുക്ക് കിട്ടും. To find C, we have to consider normalization condition that the total number of molecules n given by total number of molecules കാണാൻ വേണ്ടിയിട്ട് ഇതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ 0 to ∞ n of epsilon d epsilon. അപ്പോൾ n is equal to ഇന്റഗ്രൽ 0 to ∞ n of epsilon d epsilonന്റെ സ്ഥാനത്ത് നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. c √ε e⁻⁻ d epsilon സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ n is equal to എന്ത് വരും? ഈ c കോൺസ്റ്റന്റ് ആണ്, ക്യാൻ ബി ടേക്കൺ ഔട്ട്സൈഡ്. c ഇൻറ്റു ഇന്റഗ്രൽ 0 to ∞, ബാക്കി ഈ ഭാഗം √ε e⁻⁻ d epsilon എന്ന് എഴുതി. ഇനി നോക്ക്, ഇത് ഒരു ജനറൽ ഇന്റഗ്രൽ റിസൾട്ട് ആണ് ശരിക്കും, ആ ഒരു ഫോമിലാണ്. അതായത് ഇന്റഗ്രൽ 0 to ∞ √x e⁻⁻ax dx is equal to 1/2a √π/a എന്ന് പറയുന്ന ഒരു റിസൾട്ട് ഉണ്ട് മാത്സിൽ. അതേ ഒരു ഫോമിലാണ് ഇത് കിടക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസം, എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ എപ്സിലോൺ ആണ്, പിന്നെ അതുപോലെ എയുടെ സ്ഥാനത്ത് ഇവിടെ 1/kt ആണ് വരുന്നത് എന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. മനസ്സിലായല്ലോ? നമുക്ക് എക്സിന്റെ സ്ഥാനത്ത് എപ്സിലോൺ ആണ് കിടക്കുന്നത്, പിന്നെ എയുടെ സ്ഥാനത്ത് ഇവിടെ വരിക 1/kt ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റിസൾട്ട് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ഈ ഒരു ഇൻ്റഗ്രേഷൻ റിസൾട്ട് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ നോക്കുക, 1/2a √π/a ആണല്ലോ. എയുടെ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി? kt കൊടുത്താൽ മതി അല്ലേ, കാരണം എയുടെ സ്ഥാനത്ത് ഇവിടെ kt ആണ് വരുന്നത്. അപ്പോൾ നോക്ക്, therefore
n is equal to അല്ലേ ഇവിടെ ഇന്റഗ്രൽ 0 ഹിയർ a is equal to 1 by kt റിസൾട്ട് അപ്ലൈ ചെയ്യുന്നു. ഇന്റഗ്രൽ 0 to infinity root epsilon e raised to minus epsilon by kt d epsilon എന്ന് പറയുന്ന ഈ ഒരു സാധനം അല്ലേ അത് എത്രയും വരുന്നു നോക്ക് 1 by 2 എയുടെ സ്ഥാനത്ത് 1 by kt റൂട്ട് പൈ ബൈ എ ആണ് എയുടെ സ്ഥാനത്ത് 1 by kt അപ്പോൾ റൂട്ട് പൈ ബൈ 1 by kt എന്ന് വരുന്നു. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ഇന്റഗ്രൽ 0 to infinity root epsilon e raised to minus epsilon by kt d epsilon is equal to ഇവിടെ നമുക്ക് ഈ 1 by kt ന്യൂമറേറ്ററിലേക്ക് വരുമല്ലോ kt അപ്പോൾ kt by 2 ഇൻറ്റു റൂട്ട് ഈ kt മോളിക്ക് വന്നു റൂട്ട് പൈ kt എന്ന് വന്നു അല്ലേ. ഇനി നോക്ക് ഇവിടെ kt ഇൻറ്റു റൂട്ട് kt എത്രയാണ് kt raised to 3 by 2 ആണ് അല്ലേ. അപ്പോൾ ഇന്റഗ്രൽ 0 to infinity root epsilon e raised to minus epsilon by kt d epsilon is equal to ഇവിടെ റൂട്ട് പൈ അവിടെ അതേപോലെ നിർത്തി kt ഇൻറ്റു റൂട്ട് kt raised to 3 by 2 ആണ് ബൈ 2 എന്ന് വന്നു. ഓക്കെ ഇനി ഞാൻ എന്ത് ചെയ്യാം ഞാൻ ഇക്വേഷൻ നമ്പർ 5 എന്ന് കൊടുത്തിരിക്കുക. ഇക്വേഷൻ നമ്പർ 5 ഇക്വേഷൻ 4ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് അതായത് ഇവിടെ കൊടുക്കുന്നു അല്ലേ. അപ്പോൾ എന്ത് വരും n is equal to c ഇൻറ്റു ഈ സാധനം ഇപ്പോൾ നമുക്ക് കിട്ടി ഇന്റഗ്രൽ 0 to infinity root epsilon e raised to minus epsilon by kt d epsilon എന്ന് പറയുന്നത് റൂട്ട് പൈ kt raised to 3 by 2 2 ആണ് അത് ഞാൻ ഇവിടെ കൊടുത്തു. ഓക്കെ അപ്പോൾ ഇങ്ങനെ കിട്ടി n is equal to c ഇൻറ്റു റൂട്ട് പൈ kt raised to 3 by 2 by 2 എന്ന് കിട്ടി. ഓക്കെ ദാറ്റ് ഈസ് n is equal to c by 2 ഇൻറ്റു റൂട്ട് പൈ kt raised to 3 by 2 ആ രീതിയിൽ എഴുതി. ഇനി നോക്കുക ഇവിടെ സി ആണ് നമുക്ക് വേണ്ടത് അല്ലേ. ഈ ഇക്വേഷൻ 3ലെ സി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സീനെ ഞാൻ ഇവിടെ നിർത്തി ഈ 2 ഇങ്ങോട്ട് വരുമ്പോൾ ഇൻറ്റു 2 ആവും അല്ലേ ബൈ 2 ആണ് ഇൻറ്റു 2 ആയി അപ്പോൾ 2n പിന്നെ kt raised to 3 by 2 ബൈ വരും അല്ലേ റൂട്ട് പൈ താഴത്തേക്ക് വരും. അപ്പോൾ എന്ത് വരും c is equal to 2n ബൈ റൂട്ട് പൈ kt raised to 3 by 2 എന്ന് കിട്ടും. ഓക്കെ ഇനി ഞാൻ എന്ത് ചെയ്യാന്നറിയോ ഇതിൻ്റെ RHSന്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഞാൻ പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ഓക്കെ അപ്പോൾ മൾട്ടിപ്ലൈയിങ് ആൻഡ് ഡിവൈഡിങ് RHS ബൈ പൈ ന്യൂമറേറ്ററിനെ പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അപ്പോൾ ഡിനോമിനേറ്ററിനെ എന്ത് ചെയ്യണം പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് വരും c is equal to 2n into പൈ ബൈ റൂട്ട് പൈ kt raised to 3 by 2 ഇൻറ്റു പൈ ആണ്. പൈൻ്റെ റൂട്ട് പൈ എത്രയാണ് പൈ raised to 3 by 2 ആണ് അല്ലേ. അപ്പോൾ c is equal to 2πn എന്ന് എഴുതി പറയാനുള്ളൊരു സൂത്രം അങ്ങനെ എഴുതുന്നേ ഉള്ളൂ. 2πn ബൈ ഇവിടെ പൈൻ്റെ റൂട്ട് പൈ പൈ raised to 3 by 2 ആണ് പൈ raised to 3 by 2 ഇൻറ്റു kt raised to 3 by 2 എത്രയാണ് പൈ ആ പൈ കൂടി ബ്രാക്കറ്റിനകത്തേക്ക് എടുത്തിട്ട് പൈ kt ഹോൾ raised to 3 by 2 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ c is equal to 2πn ബൈ പൈ kt ഹോൾ raised to 3 by 2 എന്ന് കിട്ടുന്നു. ഓക്കെ അതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 6 എന്ന് കൊടുത്തു. ആ ഇക്വേഷൻ നമ്പർ 6 നമ്മുടെ ഇക്വേഷൻ 3ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ എന്ത് വരും n of epsilon d epsilon is equal to സിയുടെ സ്ഥാനത്ത് ഇപ്പോൾ നമുക്ക് കിട്ടിയ 2πn പൈ kt ഹോൾ raised to 3 by 2 കൊടുത്തു 2πn പൈ kt ഹോൾ raised to 3 by 2 റൂട്ട് എപ്സിലോൺ e raised to minus epsilon by kt d epsilon. ഓക്കെ അപ്പോൾ n of epsilon d epsilon is equal to 2πn by pi kt whole raised to 3 by 2 root epsilon e raised to minus epsilon by kt d epsilon അല്ലേ. that is the number of molecules having energy between epsilon and epsilon plus d epsilon in ideal gas system with temperature T. ഓക്കെ ടെമ്പറേച്ചർ T ഉള്ള ഒരു ഐഡിയൽ ഗ്യാസ് സിസ്റ്റത്തിനകത്ത് എപ്സിലോൺ എപ്സിലോൺ പ്ലസ് ഡി എപ്സിലോൺ എനർജികൾക്കിടയിൽ എനർജി ഉള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അല്ലേ അതിൻ്റെ എണ്ണമാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഹാവിങ് എനർജി ബിറ്റ്വീൻ എപ്സിലോൺ ആൻഡ് എപ്സിലോൺ പ്ലസ് ഡി എപ്സിലോൺ. ഓക്കെ ഈ റിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് എസ് ആയിട്ട് എപ്പോഴും ചോദിക്കാറുണ്ട്. ഓക്കെ മോളിക്കുലാർ എനർജീസ് ഇൻ ആൻ ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത് മാക്സ്വെൽ ബോൾട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കണ്ടുപിടിച്ചതാണ്. ഓക്കെ ഇനി ഈ ഒരു ഇക്വേഷനെ നമുക്ക് ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അതുകൂടി നമുക്ക് ഒന്ന് പറയാം. നമുക്കറിയാലോ ഏതൊരു ഇക്വേഷനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പോൾ ഇവിടെ നോക്കി നോക്ക് n of epsilon d epsilon is equal to 2πn pi kt whole raised to 3 by 2 root epsilon e raised to minus epsilon by kt d epsilon എന്നുള്ളതിൽ ഞാൻ എക്സ് ആക്സിന് അലോങ് ആയിട്ട് ഞാൻ എനർജി എടുത്തു. ഓക്കെ വൈ ആക്സിന് അലോങ് ആയിട്ട് ഞാൻ നമ്പർ ഓഫ് പാർട്ടിക്കിൾസും എടുത്തു. n of epsilon ആ എപ്സിലോൺ എനർജി ഉള്ള പാർട്ടിക്കിൾസിൻ്റെ എണ്ണം വൈ ആക്സിന് അലോങ് ആയിട്ടും എടുത്തു. എന്നിട്ട് ഗ്രാഫ് വരയ്ക്കുകയാണ്. ഗ്രാഫ് വരയ്ക്കുമ്പോൾ ആ ഗ്രാഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ടേം എന്ന് പറയുന്നത് ഇവിടെ ഒരു ഫംഗ്ഷൻ ഒരു ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഗ്രാഫ് വരിക. ഇവിടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റൂട്ട് എപ്സിലോൺ ഇ റേസ് ടു മൈനസ് എപ്സിലോൺ ബൈ കെ ടി ഡി എപ്സിലോൺ. ഈ ടേം 2πn ബൈ പൈ കെ ടി ഹോൾ റേസ് ടു 3 by 2 എന്നാണ് കോൺസ്റ്റന്റ് ആണ്. അതിന് ഗ്രാഫ് വരയ്ക്കുമ്പോൾ വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. അതിന് നമ്മളവിടെ മാറ്റി നിർത്തി. ഇവിടെ എനർജിയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതാണ് റൂട്ട് എപ്സിലോൺ ഇ റേസ് ടു മൈനസ് എപ്സിലോൺ ബൈ കെ ടി ഡി എപ്സിലോൺ ആണ്. അപ്പോൾ ഈ ഒരു എനർജി ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ആ ഗ്രാഫിൻ്റെ ഒരു ഷേപ്പ് ഇത് എങ്ങനെയാണ് കിട്ടുക. ഓക്കെ അപ്പോൾ n of എപ്സിലോണും എപ്സിലോണും തമ്മിലുള്ള റിലേഷൻ ഗ്രാഫിക്കലായിട്ട് നമുക്ക് ഈ ഇക്വേഷൻ അനുസരിച്ചിട്ട് ഇങ്ങനെയാണ് വരിക. ഈ ഒരു കെ ടി എനർജി വരെ അപ്പോൾ നമ്മൾ എക്സ് ആക്സിൽ എനർജി കെ ടി 2KT 3KT അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിൽ കെ ടി വരെയൊക്കെ എന്ത് ചെയ്യും എനർജി കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാണ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആ എനർജി സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ എണ്ണവും കൂടും.
പിന്നെ എന്ത് ചെയ്യാണ് എക്സ്പോണൻഷ്യലി എന്ത് ചെയ്യാണ് പിന്നെ എനർജി ഡിക്രീസ് ചെയ്യണം. ഈ റേസ് ടു മൈനസ് എപ്സിലോൺ ആദ്യം എന്ത് ചെയ്യും റൂട്ട് എപ്സിലോൺ എന്ന് പറയുന്ന ടേമാണ് ആദ്യം ഇൻഫ്ലുവൻസ് ചെയ്യുക ഈ ഒരു KT വരെ. എനർജി കൂടുന്നതിനനുസരിച്ചിട്ട് പിന്നെ എന്താ പറയുക ആ എനർജി സ്റ്റേറ്റുകളിൽ എക്സിസ്റ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും കൂടി വരും ഒരു KT വരെ. അത്രയും ടൈം റൂട്ട് എപ്സിലോൺ ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഇക്വേഷനിൽ കൂടുതലായിട്ട് ഇക്വേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു ഈ റേസ് ടു മൈനസ് എപ്സിലോൺ ബൈ KT ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എന്ത് ചെയ്യും എക്സ്പോണൻഷ്യലി ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ എണ്ണം. ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് പോകും തോറും പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കുറഞ്ഞ് വരും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ ഗ്രാഫിക്കലായിട്ട് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് നോക്കുക. താങ്ക് യു.